നമസ്കാരം. VMTVയുടെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അമ്മയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ? ഒരമ്മയുടെ 10 ക്വസ്റ്റ്യൻസ്. അതെ, ഒരു അമ്മയുമായി അമ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 10 അതെ, ഒരു അമ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 10 ചോദ്യങ്ങളാണ് നമ്മുടെ അനുശ്രീ പൊയ്കമുക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കറിയാം, ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലൂടെ ലോക മലയാളികളുടെ മുന്നിൽ ശ്രദ്ധ നേടിയ ഒരാളാണ് അനുശ്രീ പൊയ്കമുക്ക്. അതെ. അപ്പോൾ അനുശ്രീ പൊയ്കമുക്കാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരമ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ 10 ഉത്തരങ്ങൾ തെറ്റുകൂടാതെ കമൻറ്റ് ചെയ്യൂ. ബാലരാമപുരം കൈത്തറിയിലെ അതിമനോഹരമായ തുണിത്തരങ്ങൾ നിങ്ങൾ സമ്മാനമായി നേടൂ. വേഗമായിട്ട് അനുസരിച്ച് കൊടുക്കൂ. നമ്മൾ ഒരു ഞറുക്കെടുപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ഞറുക്കെടുപ്പിന് ദിവസങ്ങൾ മാത്രം. അതെ 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 ഈ വരുന്ന 30-ാം തീയതിയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഞറുക്കെടുപ്പിൻ്റെ അതാരാണ് രാജാവ് എന്ന് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, വേഗമാകട്ടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരമ്മയുടെ മക്കളെല്ലാം വിറച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ക്ലൂസ് തരാം. ഇതൊരു മരമാണ്. ചില ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ഈ ഒരു മരം കാണാറുണ്ട്. പക്ഷേ ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ എപ്പോഴും ഇങ്ങനെ വിറച്ച് പോലെ ഇരിക്കും. കാറ്റടിച്ചിട്ടാണ്, പക്ഷേ എങ്കിലും എപ്പോഴും മറ്റു മരങ്ങളെ പോലെയല്ല ഈ ഒരു മരം വിറച്ചിരിക്കും. പിന്നെ ഈ മരത്തിൻ്റെ ഇലയിൽ ശ്രീകൃഷ്ണനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു എന്തായാലും എല്ലാ ക്ഷേത്രത്തിലും ഉള്ളൊരു മരമാണ് അനുശ്രീ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. മാന്യ പ്രേക്ഷകർ ഉത്തരം തെറ്റുകൂടാതെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരമ്മയുടെ മക്കളെല്ലാം തൊപ്പിക്കാര് എന്ന് വെച്ചാൽ ആ അമ്മ പ്രസവിച്ച മക്കളെല്ലാം തൊപ്പി വെച്ചിട്ടാണ് വന്നത്. ഈ ഒരു തൊപ്പിക്കാരെന്ന് പറയാൻ കാര്യം, അതിൻ്റെ തൊപ്പിയൊക്കെ മാറ്റി പുറമൊക്കെ എടുത്ത് കളഞ്ഞതിൻ്റെ അകഭാഗമാണ് ഈ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ മറ്റേ പാക്ക് ഇടിച്ച് കഴിക്കുന്നത്. എന്തായാലും ആൻസർ എൻ്റെ വായിൽ നിന്ന് വീണു. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായാലും ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി, ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഒരമ്മയുടെ മക്കളെല്ലാം വെള്ളപ്പട്ടാളം. ക്ലൂ തരാം. ഇപ്പോൾ നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഈ ഒരു സാധനം വരും. ഇങ്ങനെ വര പോലെ ഇങ്ങനെ വന്ന് മോളറ്റം വരെ പോകും. നമ്മൾ അതിനെ വീണ്ടും എടുത്ത് കളയും. അതിനകത്ത് വെള്ളപ്പട്ടാളം എന്ന് വെച്ചാൽ വെള്ള ജീവികളാണ് അതിനകത്തുള്ളത്. അതിൻ്റെ കൂടാണ് നമ്മൾ എടുത്ത് കളയുന്നത്. മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ആ ഒരു സാധനം. ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരമ്മ 2 മുറം വീശി നടക്കുകയാണ്. വലിയ മുറമാണ്. ഒരു ജീവിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം എന്ന് പറയും. അതിന്റെ അടുത്തൊന്നും ചെന്ന് കയറരുത്. ചവിട്ടി അറിയാല്ലേ? അറിയാം. കിട്ടിയിട്ടുണ്ടോ ഇടയ്ക്ക് വെച്ചെങ്കിൽ? പക്ഷേ ഇല്ല കിട്ടി ഇങ്ങനെ ഇരിക്കൂലല്ലോ. ഇല്ല. ഓക്കെ, അത് കിട്ടിയെങ്കിൽ പിന്നെ എങ്ങനെ ഇരിക്കാൻ പറ്റും? അതാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ആൻസർ പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഒരമ്മ കുളിച്ചു വന്നപ്പോൾ മേലാകെ ചൊറി. ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്. സദ്യക്കൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം ഇഷ്ടപ്പെടുന്നു. കാര്യം പരിപ്പും ചോറും ഈ ഒരു സാധനമൊക്കെ ഞങ്ങിട്ട് ഇങ്ങനെ കഴിക്കാനും, പിന്നെ നമ്മളിപ്പോൾ പായസത്തിൻ്റെ കൂടെയൊക്കെ അതിങ്ങനെ പൊടിച്ചൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സാധനം മനസ്സിലായി. ഉത്തരം മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി. തെറ്റുകൂടാതെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരമ്മയുടെ മക്കളെല്ലാം നീന്തി. എന്താണ് ആൻസർ? നീന്തി കളിക്കുന്ന ആ ജീവി ഏതാണെന്ന് കമന്റ് ചെയ്യും. ഒരമ്മയുടെ മക്കളെല്ലാം നീന്തി. ഇത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം കമന്റിലൂടെ രേഖപ്പെടുത്തും. അടുത്ത ക്വസ്റ്റ്യൻ: ഒരമ്മയുടെ മക്കളെല്ലാം ചൊറി പിടിക്കുക എന്ന് വെച്ചാൽ മറ്റേ ചൊറി പിടിക്കുമ്പോഴത്തേക്ക് ചൊറിഞ്ഞ് അവസാനം പൊങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ, പല ഭാഗങ്ങളും പല ഷേപ്പിലായിട്ട്. അതുപോലെ ഒരമ്മയുടെ മക്കളെല്ലാം ചൊറി പിടിച്ചാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കുന്ന സാധനമാണ്. നമ്മൾ വിഴുക്ക് വെച്ച് കഴിക്കും. പിന്നെ ഒരു ക്ലൂവും കൂടി തരാം. ഇത് കേട്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. ഭയങ്കര കയ്പാണ് ഈ. അതാണ് ഞാൻ പറയാതിരുന്നത്.
എന്തായാലും പറഞ്ഞപ്പോഴേ എനിക്ക് ഉത്തരം മനസ്സിലായി. എന്നേക്കാളും മുന്നേ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരമ്മ എന്നും വെന്തും നേറിയുമാണ് കഴിയുന്നത്, അതേതമ്മ? നമ്മുടെ അമ്മമാരൊന്നുമല്ല. നമ്മുടെ അമ്മമാരും ചിലരൊക്കെ വെന്തും നേറിയൊക്കെയാണ് കഴിയുന്നത്. ലൈഫിലിപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതൊരു കുസൃതി ചോദ്യമാണ്, അപ്പോൾ ആരുടെയും പേരൊന്നും എഴുതി വെക്കരുത്. ഒരമ്മ എന്നും വെന്തും നേറിയും എന്ന് വെച്ചാൽ ഇത് അടുക്കളയിൽ കാണുന്ന ഒരു സാധനമാണ്. സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉറപ്പിച്ചു വെച്ചേക്കുന്ന ഒരു സാധനമാണ്, എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. എന്തോ ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായില്ല. മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെന്തെങ്കിലും ക്ലൂ കൊടുക്കാറുണ്ടോ? നമ്മൾ പാചകം ചെയ്യുന്നതിനനുസരിച്ച് അവിടെ വെന്തും നീറിയിരിക്കും ആ അമ്മ, അത്രേ ഉള്ളൂ. ഓക്കെ. എന്തായാലും ഇന്നത്തെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാം നിങ്ങൾ ഇത് ഇത്രയും നെഞ്ചിലേറ്റുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല, അല്ലേ? അതെ. കാരണം ലോക മലയാളികളുടെ മനസ്സിൽ ദ കിങ് ഓഫ് ഡേ, VMTVയുടെ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാം ഇത്രയും ജനശ്രദ്ധ നേടിയതിൽ ഞങ്ങൾ അതിയായ സന്തോഷം ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നേരുകയാണ്. തുടർന്നും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾ കണ്ട് ഞങ്ങളോടൊപ്പം ചേരണം. കുറച്ച് സമയം VMTV ന്യൂസിനോടൊപ്പം അല്ലെങ്കിൽ VMTVയോട് ചേരണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടായി പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ നടത്തിവരുന്ന ആ ഒരു ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടെ നിങ്ങളതിലും പങ്കാളിയാകണം. ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏകദേശം എല്ലാവരും കൂടെ ഒരേപോലെ ഒന്നിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു പദ്ധതി. അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളാണ് ഞങ്ങളെ ചാനലും ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്തായാലും ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.